വിവിധ മേഖലകളിൽ രാജ്യം കൈവരിച്ച വികസനങ്ങളെ അടയാളപ്പെടുത്തി രാജ്യം ഇന്ന് 54-ാം ദേശീയ ദിനം ആഘോഷിക്കുന്നു. ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഇന്നലെ മുതൽ മത്രയിലെ മ്യൂസിക്കൽ വാട്ടർ ഫൗണ്ടെയിൻ പ്രവർത്തനം ആരംഭിച്ചു. നമസ്കാരം. പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. വിവിധ മേഖലകളിൽ രാജ്യം കൈവരിച്ച വികസനങ്ങളെ അടയാളപ്പെടുത്തി രാജ്യം ഇന്ന് 54-ാം ദേശീയ ദിനം ആഘോഷിക്കുന്നു. ആധുനിക ഒമാന്റെ ശില്പിയായ അന്തരിച്ച സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദിന്റെ ജന്മദിനമാണ് രാജ്യം ദേശീയ ദിനമായി ആഘോഷിക്കുന്നത്. അൽ സമൂദ് ക്യാമ്പിലെ സൈനിക പരേഡ് ഗ്രൗണ്ടിലാണ് ഈ വർഷത്തെ സൈനിക പരേഡ് നടക്കുക. ചടങ്ങിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സല്യൂട്ട് സ്വീകരിക്കും. ദേശീയ ദിനം പ്രമാണിച്ച് സുൽത്താന് മന്ത്രിമാരും വിവിധ രാഷ്ട്ര നേതാക്കളും ആശംസകൾ നേർന്നു. തന്റെ മുൻഗാമിയായ സുൽത്താൻ ഖാബൂസിന്റെ പാത പിൻപറ്റി രാജ്യത്തെ ആധുനിക ലോകത്തോടൊപ്പം സഞ്ചരിക്കാൻ പ്രാപ്തമാക്കുന്ന പ്രയത്നത്തിലാണ് ഹൈതം ബിൻ താരിഖ്. രാജ്യത്തിന്റെ പ്രധാന മനുഷ്യ വിഭവമായ യുവതിയെ പരിഗണിച്ചും ദുർബല വിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചും രാജ്യത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള പദ്ധതികളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ വികസനത്തിൽ പ്രവാസികളുടെ പങ്ക് തിരിച്ചറിഞ്ഞ സുൽത്താൻ അവരെ കൂടി പരിഗണിക്കുന്ന നൂതനമായ പരിഷ്കാരങ്ങളും പദ്ധതികളുമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ദേശീയ ദിനാഘോഷത്തെ വരവേൽക്കാൻ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ നാടും നഗരവും ഒരുങ്ങിയിരുന്നു. വിവിധ പ്രവാസി സംഘടനകൾ വലിയ തോതിൽ തന്നെ ദേശീയ ദിനം ആഘോഷിക്കുന്നു. ഓഫീസുകളിലും ജോലി സ്ഥലങ്ങളിലും വിപുലമായ രീതിയിൽ ദേശീയ ദിനം ആഘോഷിക്കുകയാണ്. വാഹനങ്ങളിൽ കൊടിതോരണങ്ങൾ തൂക്കിയും വാദ്യോപകരണങ്ങൾ മുഴക്കിയും രാത്രി മുഴുവൻ തെരുവുകളിൽ ആഘോഷമായിരുന്നു. ഇന്ന് രാത്രി വിവിധ ഇടങ്ങളിൽ വെടിക്കെട്ടും നടക്കും. ഒമാന്റെ 54-ാമത് ദേശീയ ദിനാഘോഷം മൊട്ട ഗ്ലോബൽ ഫൗണ്ടേഷൻ ഒമാൻ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ മസ്കറ്റ് റോസ് ഗാർഡനിൽ വെച്ച് ആഘോഷിച്ചു. ലോകത്ത് ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ എല്ലാം ഒരുപാട് കൂട്ടായ്മകളുണ്ട്. പക്ഷേ മൊട്ടകൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മനുഷ്യ ശരീരത്തിന് സംഭവിക്കുന്ന ചില വ്യതിയാനങ്ങൾ കൊണ്ട് ഒരേപോലെ ആയി മാറുകയും മറ്റു മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഒളിഞ്ഞും തെളിഞ്ഞും മറഞ്ഞും നേരിടേണ്ടി വന്ന തീക്ഷ്ണമായ നോട്ടങ്ങളും അവഹേളനങ്ങളും അവഗണനകളും വാക്കുകളും കൊണ്ട് മനസ്സിന് ക്ഷതം ഏൽക്കേണ്ടി വന്ന ഒരു വിഭാഗമാണ്. എന്നാൽ ഇന്ന് മൊട്ടകൾ ഒറ്റക്കെട്ടാണ്. മൊട്ടകളുടെ കൂട്ടായ്മയായ മൊട്ട ഗ്ലോബൽ ഫൗണ്ടേഷൻ 26 രാജ്യങ്ങളായി ആയിരക്കണക്കിന് അംഗങ്ങളുണ്ട്. ഒമാനിലെ പ്രമുഖ പ്രവാസി സെവൻസ് ഫുട്ബോൾ ടീമായ ബോഷർ FC-യുടെ പുതിയ ജേഴ്സി പ്രകാശനവും സ്പോൺസർഷിപ്പ് പ്രഖ്യാപനവും നടന്നു. ഗാലയിലെ ക്യുമിൻസ് കാറ്ററിംഗ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രശസ്ത കവിയും മലയാളം മിഷൻ ഡയറക്ടറുമായ മുരുകൻ കാട്ടാക്കട ജേഴ്സി പ്രകാശനം ചെയ്തു. ടീം ക്യാപ്റ്റൻ മുഹമ്മദ് റാഫി ജേഴ്സി ഏറ്റുവാങ്ങി. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒമാനിലെ സെവൻസ് ഫുട്ബോൾ ആരാധകരുടെ പ്രിയ ടീമുകളിൽ ഒന്നായി മാറിയ ബോഷർ FC-യുടെ പുതിയ സ്പോൺസർ ക്യുമിൻ കാറ്ററിംഗ് സർവീസ് LLC ആണ്. ടീം ബോഷർ നേതൃത്വത്തിൽ വർഷങ്ങളായി നടന്നുവരുന്ന ബോഷർ കപ്പ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സീസൺ 6ന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി രൂപീകരണം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മത്ര കോർണിഷിൽ എത്തുന്നവർക്ക് നയനാനന്ദകരമായ കാഴ്ചയായിരുന്നു അവിടുത്തെ മ്യൂസിക്കൽ വാട്ടർ ഫൗണ്ടെയിൻ. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ദേശീയ ദിനത്തോടനുബന്ധിച്ച ഇന്നലെ മുതൽ വീണ്ടും മ്യൂസിക്കൽ വാട്ടർ ഫൗണ്ടെയിൻ പ്രവർത്തനം ആരംഭിച്ചു. വാട്ടർ ഫൗണ്ടെയിൻ കാഴ്ചകളോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം Bring home your exchange. 100 years of tradition. We exchange trust. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.